ടീമിൻ്റെ കാര്യം വരുമ്പോൾ ടീം മെമ്പേഴ്സ് ചിലപ്പോൾ നല്ല സ്റ്റോറി പറയാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരും, സ്വാഭാവികമാണല്ലോ. പക്ഷെ അത്രയും നല്ല രീതിയിൽ സ്റ്റോറി പറയാൻ പറ്റാത്ത അല്ല മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത ഫൗണ്ടേഴ്സ് കൂടി ഉണ്ടാവും. ഇവരെങ്ങനെ ശരിക്കും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് ഡിറ്റക്ട് ചെയ്യാം? സ്റ്റോറി ടെല്ലിംഗ് ഓൺട്രപ്രണർഷിപ്പിൽ എസ്പെഷ്യലി ദ ന്യൂ ഏജ് ഓൺട്രപ്രണർഷിപ്പ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാര്യം അത് നമ്മളുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് സ്റ്റോറി ടെല്ലിംഗ്. അതുകൊണ്ട് തന്നെ സ്റ്റോറി ടെല്ലിംഗ് കേൾക്കണം. പക്ഷെ ആ കഥ മാത്രം പോരാ, നമുക്ക് ആക്ച്വൽ പ്രോഡക്റ്റ് വേണം. സോ ആക്ച്വലി ഒരു ടീമിനെയാണ് നമ്മൾ നോക്കുന്നത്. ആ ടീമിൽ ഒരു സ്റ്റോറി ടെല്ലർ ഉണ്ടാവണം, ഒരു ബിൽഡർ ഉണ്ടാവണം, അങ്ങനെ മിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫൗണ്ടേഴ്സ് ഓരോ കാറ്റഗറി ഉള്ള ആൾക്കാരാവുന്നതായിരിക്കും കുറെ കൂടി ബെറ്റർ. അതെ അല്ലേ? അതെ അതെ, അങ്ങനെ കോംപ്ലിമെന്റിങ് സ്കിൽസ് ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ചില ഇതിൽ പറയാറുണ്ട് ഒരുപാട് ഫൗണ്ടേഴ്സ് ബേർഡനാന്നുള്ളത്. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അത് ഉണ്ട്. ഒരു 3 to 4 അപ്പുറം പോകരുത് നമ്പർ ഓഫ് ഫൗണ്ടേഴ്സ്. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അതൊരു ക്രൗഡായി മാറും. അത് ഇൻവെസ്റ്റേഴ്സിന് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഡിസഗ്രിമെൻറ്റ്സിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം കഴിയുന്നിടത്തോളം അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യും. 2 to 3 ആണ് ഐഡിയൽ.